വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ബ്ലൗസിൻ്റെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നത്തെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഞാനിന്ന് ഈ ബുക്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഫിഗർ പോലെ വരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ ഇതിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാം, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കുക. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനാണേ പറയുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ നമുക്ക് വേണ്ട ലെങ്തിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ആദ്യം മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ഷോൾഡർ എന്ന് നോക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് എഴുതി കൊടുക്കുവാണ് കേട്ടോ. 6 ഇഞ്ചസ് ആണ് എനിക്ക് ഷോൾഡർ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ആയിട്ട് ഞാൻ ഒരു 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുവാണേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നെക്ക് വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്ലറായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി ആ വിഡ്ത്തിൽ നിന്ന് നേരെ താഴത്തേക്ക് നമുക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ. നിങ്ങൾക്ക് എത്ര ഇറക്കം വേണമെന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം. ബ്ലൗസൊക്കെ ആകുമ്പോഴത്തേക്കും ഇറക്കം കൂടുന്നതിനനുസരിച്ചിട്ട് ഷോൾഡർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നെക്കിൻ്റെ കാര്യം. അത് വേണ്ടവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തേക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എത്രയാണ് ആം ഹോൾ വേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മേലിൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മളിപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ സീമും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 9 ഇഞ്ചസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ. ഇപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് 9 ആണെങ്കിൽ നെക്സ്റ്റ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ബൈ 4 + 2 ഇഞ്ചസ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബാക്കിലെ കർവ് വരയ്ക്കാനായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഡോട്ട് ഇട്ടാൽ മതി. ഫ്രണ്ടിൽ വരയ്ക്കാൻ വേണ്ടി ഇതേപോലെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചരിച്ച് ഒരു സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ചരിച്ച് നമ്മൾ വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് ആം ഹോളിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്ക് ആം ഹോൾ ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിതാ ആം ഹോളിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. എന്നിട്ട് നേരെ നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിൻറ്റിലേക്ക്, അതായത് ചെസ്റ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ബാക്ക് ആം ഹോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇങ്ങനെ ആ ഒരു 1/2 ഇഞ്ചിലോട്ട് ആ ഒരു സ്ലോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചെസ്റ്റിലേക്ക് തന്നെ മുട്ടിച്ച് കൊടുക്കുക. ഇത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് കട്ടിങ് വീഡിയോ ഇടുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി പിന്നെ നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് വരച്ച് കൊടുക്കുക. റൗണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മളിതാ മേളത്തെ പോർഷൻ ഇത്രയും വരച്ചു. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ ഒരു 36 ആണെന്നുണ്ടെങ്കിൽ 36/4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്, ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്കൊരു നോട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ആ വേസ്റ്റിൻ്റെ പോർഷനും കൂടെ ഒന്ന് താഴ്ഭാഗവും കൂടെ കൊടുക്കാം. വേസ്റ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് ചെയ്ത പോലെ തന്നെ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + എത്രയാണോ ചെസ്റ്റിൻ്റെ അവിടെ നിങ്ങൾ സീം അലവൻസ് എടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കുക? വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ചസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ.
നിങ്ങൾ സീം അലവൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ട് പോകരുത് കേട്ടോ. സീം അലവൻസ് നമുക്ക് ഭാവിയിലേക്ക് വണ്ണം കൂട്ടാനൊക്കെ വേണ്ടേ, അതുകൊണ്ടിട്ട് സീം അലവൻസ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ടക്ക് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് വരെയുള്ള ആ ഒരു പോയിൻ്റ്, അപ്പെക്സ് പോയിൻ്റ് എന്നാണ് പറയുക, നമ്മൾ നിപ്പിൾ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡറിൽ നിന്ന് എത്ര ഇറങ്ങിയിട്ടാണെന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 32 സൈസ് വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9.5 വരെ ഇറക്കം എടുക്കാം. സ്റ്റാൻഡേർഡായിട്ടുള്ള വാല്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, 32 സൈസ് വരെ നിങ്ങൾക്കൊരു 9.5 എടുക്കാം. ഇനി 34 മുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 10 ആക്കി എടുക്കാം ഇറക്കം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. മനസ്സിലായില്ല? അപ്പോൾ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നിപ്പിൾ ഡിസ്റ്റൻസും കൂടെ അതിന് മുന്നേ നോക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ്, ഇപ്പോൾ 9.5 ആണെന്ന് വിചാരിക്കുക. നമ്മൾ 0.5 കൂടെ ആഡ് ചെയ്തിട്ട് 10 ആക്കിയിട്ടൊരു പോയിൻ്റ് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് നോക്കാം. ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് 3.5 മുതൽ 4 വരെ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 32 ആണെന്നുണ്ടെങ്കിൽ 3.5 എടുക്കാം. 34 ആണെങ്കിൽ 4 എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ നേരത്തെ അപ്പെക്സ് പോയിൻ്റ് വരച്ച ആ ഒരു പോയിൻ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് 3 ഇഞ്ച് കുഴിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. എന്നിട്ട് ആ 3 ഇഞ്ച് കുഴിച്ചല്ലോ, ആ കുഴിച്ച പോർഷനിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമുക്കിനി ബെൽറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് വരച്ചേക്കാം. ഓക്കെ, സീം അലവൻസ് നമ്മൾ കൊടുത്തല്ലോ, അത് ഞാനൊന്ന് കാണിക്കാവേ. അതൊന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തേക്കാം. ഇവിടെ ഒരു 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഷെയ്ഡ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ? ഇനി നമുക്ക് ആ മെയിൻ ടക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മെയിൻ ടക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് 1 ഇഞ്ച് ഇങ്ങോട്ട് 1 ഇഞ്ച് കൊടുക്കുക. എന്നിട്ടത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. കണ്ടോ? ഇതാണ് നമ്മളുടെ മെയിൻ ടക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ടക്കും കൂടെ വരാനുണ്ട്. 4 ഡാട്ടിൻ്റെ ആണ് നമ്മൾ പാറ്റേൺ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത ടക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. അത് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതൊരു 34 വരെയൊക്കെ 3.5 തന്നെ മാർക്ക് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കാം. 3.25 വരെയൊക്കെ എടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. 1/4 ഇഞ്ച് വെച്ചിട്ടാണ് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ മെയിൻ ടക്കിന് 1 ഇഞ്ച് എടുത്തിരുന്നു. ഇതിന് 1/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ടക്ക് നമ്മൾ വരയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ ടക്ക് എന്ന് പറയുമ്പോൾ ഈ ആം ഹോളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ടക്കാണ്. ഈ ആം ഹോളിൻ്റെ സെൻറ്റർ കോർണറിലൂടെ നമ്മൾ വരയ്ക്കുന്നതാണ്. കണ്ടോ? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചസ് ആണ്. കണ്ടോ? 3.5 ഇഞ്ചസ്. ഇതും നമ്മൾ 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 സൈഡും 1/4 ഇഞ്ച് കൊടുത്തിട്ട് ഡാട്ട് ഫില്ല് ചെയ്യുക. ഇനി ഒരു ഡാട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാട്ടുകൾ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ പോലെ കിട്ടണം. സർക്കിൾ പോലെ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ നമുക്കിവിടെ കിട്ടണം. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മറ്റേ 2 ഡാട്ട് ഇപ്പോൾ വരച്ചതും ചരിച്ച് വരച്ചത്. അതൊരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1.5 എങ്കിലും ഉയർത്തിയിട്ട് നിങ്ങൾക്ക് അടുത്ത ഡാട്ട് വരയ്ക്കാം ഈ ഒരു ബെൽറ്റിൻ്റെ മേളിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു സർക്കിൾ പോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 1/4 ഇഞ്ച് വെച്ചിട്ട് തന്നെ നിങ്ങളിത് കൊടുത്താൽ മതി. മെയിൻ ഡാട്ട് മാത്രമാണ് നമ്മൾ ഓരോ ഇഞ്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് ഉള്ളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയും വേണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ഡാട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു സർക്കിൾ പോലെ നമുക്ക് ഡാട്ടിൻ്റെ സെൻറ്ററിൽ കിട്ടണം. കണ്ടോ? അപ്പോൾ ഇതാണ് ഇനി ബെൽറ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ബെൽറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക മേളിലേക്ക്. 4.5 കണ്ടോ? അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ 3.5 ഇഞ്ചും കൂടെ. നമുക്കൊരു വരയ്ക്കുമ്പോൾ ഒരു കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ഒരു ബ്ലൗസിൻ്റെ ഷേപ്പിലൊരു കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയും ഇപ്പുറത്തെ 1 ഇഞ്ച് കുറച്ചുമാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ? 3.5 എടുത്തു. ഇനി ഈ 2 പോയിൻറ്റും തമ്മിൽ നമ്മൾ ഇന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണക്ട് ചെയ്യുമ്പോൾ ഒരു കർവ് പോലെ നമുക്ക് കിട്ടണം.
ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ആ ഒരു ഷേപ്പ്. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് വീഡിയോ കൂടെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടിങ് വീഡിയോ കൂടി ഇടാം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്, കണ്ടോ. ഇതിനി കട്ട് ചെയ്യുമ്പോൾ 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഈ ബെൽറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഉയർന്നിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ടുമാണ് വരുന്നത്, കണ്ടോ. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ബെൽറ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ പറയുന്നത്. ബാക്ക് പോർഷൻ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഒരുപാട് ലെങ്തി ആയി പോകും. ബാക്ക് പോർഷൻ്റെയൊക്കെ കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എനിക്ക് ഉറപ്പാണ് വേറൊരു സൈസാണെന്ന് തോന്നുന്നു. 34 എന്തോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 40 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനി സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. കട്ടിങ്ങും അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.